നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും സ്ട്രെച്ചിങ് ചെയ്യണം. സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് റിക്കവറിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മളെ ബോഡി ഫ്ലെക്സിബിലിറ്റി, നമുക്ക് ഇഞ്ചുറി വരാണ്ടിരിക്കും, ഇഞ്ചുറി പ്രിവെൻഷൻ, അതായത് സ്റ്റിഫായിട്ടുള്ളൊരു മസിലിൻ്റെ മുകളിൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സഡൻ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ആഘാതങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന ഇഞ്ചുറീസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് സ്ട്രെച്ചിങ് ചെയ്യുന്നത്. സ്ട്രെച്ചിങ് പൊതുവേ നമ്മൾ രണ്ടായിട്ടാണ് പറയുന്നത്, സ്റ്റാറ്റിക്, ഡൈനാമിക്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് നിന്നിട്ടൊക്കെ ചെയ്യുന്നത്, നമുക്ക് വലിയൊരു എഫേർട്ട് ഇല്ലാണ്ട് നിന്ന് ഫീൽ ചെയ്തിട്ട് ടൈം എടുത്ത് ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ചിങ്ങുകൾ, അതാണ് സ്റ്റാറ്റിക് കാറ്റഗറിയിൽ പെടുക. ഡൈനാമിക് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പ്ലോസീവായി ചെയ്യുന്നത്, അത് ഡൈനാമിക്. വർക്കൗട്ടിന് മുമ്പ് ഡൈനാമിക്, വർക്കൗട്ടിന് ശേഷം സ്റ്റാറ്റിക്. ഇതാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഡൈനാമിക് സ്ട്രെച്ചിങ് നിങ്ങൾ ഒരു മാർഷൽ ആർട്സ് ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സ്ട്രെച്ചിങ് ഡൈനാമിക് ആയിരിക്കണം. എന്നാൽ ജിമ്മിൽ നോർമലായിട്ടുള്ളൊരു വെയിറ്റ് ട്രെയിനിങ് കാര്യങ്ങളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇപ്പം അത് വലിയ രീതിയിലുള്ളൊരു എഫക്റ്റൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. ഇപ്പം ലെഗിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് ഡൈനാമിക് സ്ട്രെച്ചിങ്സ് എടുക്കാം. അതല്ലാത്ത പക്ഷം ഇതെൻ്റെ പേഴ്സണൽ കൺസെപ്റ്റാണ്. നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് എടുത്ത് അതിൽ ലൈറ്റ് വെയ്റ്റിലാണ് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നത് സ്ക്വാട്ട് നിങ്ങൾ ഏകദേശം ഒരു 200 കിലോ നിങ്ങൾ ലിഫ്റ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്റ്റാറ്റിക് ആയിട്ട് വരുന്ന ഒരുപാട് സ്ട്രെച്ചിങ്ങുകളുണ്ട്. അതിനുശേഷം നിങ്ങൾ ഫ്രീ ആയിട്ട് 1-2 അല്ലെങ്കിൽ ഏറ്റവും ചെറിയ വെയിറ്റിൽ, നിങ്ങളെ സംബന്ധിച്ച് അതൊരു വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യാത്തപ്പം, ഇപ്പം ഹെവി വെയിറ്റ് ഇടുന്ന ഒരാളാണെങ്കിൽ ലൈറ്റ് വെയിറ്റിൽ നിങ്ങൾ ആദ്യത്തെ റപ്പ് കളിച്ചു, അത് മതി നിങ്ങൾക്കൊരു ഡൈനാമിക് ആയിട്ടുള്ളൊരു സ്ട്രെച്ചിങ് എന്ന രീതിയിൽ. അതുകൊണ്ടാണ് നമ്മൾ ജിമ്മിൽ പലപ്പോഴും ഫസ്റ്റ് സെറ്റ് ലൈറ്റ് വെയിറ്റ് കളിക്കാൻ വേണ്ടി പറയുന്നത്. ഇനി ഹെവി വെയിറ്റ് ഇടുന്ന ഒരാളാണെങ്കിൽ, വോളിയം ട്രെയിനിങ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അയാൾ എപ്പോഴും നിങ്ങൾ ഏതാണോ മസിലിന് കളിക്കാൻ പോകുന്നത്, ഇപ്പോൾ ചെസ്റ്റ് ആണെങ്കിൽ ഒരു പുഷപ്പ് എങ്കിലും, അത്തരത്തിലുള്ള ഏതാണോ നിങ്ങൾക്ക് പറ്റുന്ന വാമപ്പ്, കുറച്ചൊരു ഡൈനാമിക് ആവുന്ന രീതിയിലുള്ള വാമപ്പ് നിർബന്ധമായിട്ടും ചെയ്തിട്ട് തുടങ്ങാം. ഓക്കെ, പൊതുവേ സ്ട്രെച്ചിങ് ഹെഡ് ടു ടോ ഡയറക്ഷനിലാണ് പറയാറ്. നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ആണ്, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോർമൽ ഒരു ഏജുള്ള ഒരാളാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്താൽ മതി, 1 2 3 4 5 6 7 8 ഇത്തരത്തിലുള്ള ബേസിക് മൂവ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി. എന്നാൽ നിങ്ങളൊരു മാർഷൽ ആർട്സ് ആണ്, നിങ്ങൾ കുറച്ചുകൂടെ റഗ്ഗഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പോർട്സിൽ എൻഗേജ് ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റൊട്ടേഷൻ മൂവ്മെൻറ്റ്സ്, കാരണം ഇപ്പോൾ വരുന്ന കോഴ്സുകളിൽ ഇത്തരത്തിലുള്ള റൊട്ടേഷൻ മൂവ്മെൻറ്റ്സുകളെല്ലാം ഒഴിവാക്കാൻ അവർ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു MMA പ്ലെയർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബോക്സിംഗ് പ്ലെയർ ആണ്, നിങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ പെടൽ പിടിക്കുക, കഴുത്ത് പിടിക്കുക എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. ഇനി ആദ്യം നമ്മൾ നെക്കിൽ കഴിഞ്ഞു. ഷോൾഡർ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഇന്നർ മസിൽ ചെവി തൊടുന്ന രീതിയിൽ ഫുൾ റൊട്ടേഷൻ. അതേപോലെ തന്നെ ഫോർവേഡ്, റിസ്റ്റ് റൊട്ടേഷൻ, ഓപ്പോസിറ്റ്, 2 സെക്കൻഡ് ലെഗ് കൈനെ ഹോൾഡ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു, എഗെയിൻ ഹാൻഡ് ചേഞ്ച്, 1 more time, കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്നു, ലോക്ക് ചെയ്യുന്നു, ഹെഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഗുഡ്, ഹാൻഡ് ചേഞ്ച്, എഗെയിൻ, ഓക്കെ. കൈനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, ബ്രീത്ത് എടുത്ത് ടോലപ്പ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്ത് ചെസ്റ്റ് ടൈറ്റ് ചെയ്യുക, ബ്രീത്ത് എടുത്ത് ടോലപ്പ് ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്ത് ചെസ്റ്റിനെ ടൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു 5 തവണ. കാല് രണ്ടും ചേർത്ത് വെക്കാം. ഹിപ്പ് റൊട്ടേഷൻ ഇതേപോലെ ഹിപ്പിന് എന്തെങ്കിലും ഇഞ്ചുറി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഹിപ്പ് റൊട്ടേഷൻ എടുക്കാൻ പോകരുത്. നിങ്ങളുടെ ഇഞ്ചറി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൂവ്മെൻറ്റുകളെല്ലാം ചെയ്യാം. കാലിനെ മാക്സിമം വൈഡാക്കി വെക്കാം, കാൽമുട്ട് ബെൻഡ് ആവാണ്ട് 1 അപ്പ് 2 3 4, ബേസിക്കലി സൈഡ്, ഫ്രണ്ട്, ബാക്ക്, ഹിപ്പിൽ കൈവെക്കും, ബാക്കോട്ട് ബെൻഡ് ചെയ്യും. ഇത് ഇത്തരത്തിൽ തന്നെ ചെയ്യാം. നിങ്ങളുടെ ആംസ്ട്രിങ്ങും നിങ്ങളുടെ കാഫും എല്ലാം നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് വലിയ, അതേപോലെ നിങ്ങളുടെ ബാക്ക് മസിലും. അത് കഴിഞ്ഞിട്ട് ലോവർ ബാക്കിന് നമ്മളൊരു ഹിപ്പ്, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ
തിരിയുന്ന ഹാൻഡിൻ്റെ അഗ്രത്തേക്ക് നോക്കുക. അതായത് ഈ ടോ തൊട്ടിട്ട് നിങ്ങളുടെ ഹെഡ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഹാൻഡിൻ്റെ എൻഡിലേക്ക്. ഇതാണ് അതിൻ്റെ ഒരു പ്രോപ്പർ മെത്തേഡ്. ഇത് നിങ്ങളുടെ ലോവർ ബാക്കിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. ലെഗ് പ്രസ്. അത് കഴിഞ്ഞ് ടോ പിടിച്ച് ഫ്രണ്ടിലേക്ക് വലിക്കും. ഓക്കെ, കാല് മാക്സിമം വൈഡാക്കി വെക്കുക. സൈഡ് വൈസ് ഇരിക്കുക. ഇതും കാലിന് ഇഞ്ചുറി ഉള്ള ഒരാളാണെങ്കിൽ ചെയ്യരുത്. നമ്മൾ ഫുട്ബോളിൽ നമുക്ക് വരുന്ന നീക്ക് വരുന്ന ഒരേ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വിജാഗിരി മൂവ്മെൻറ്റാണ്. ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് റൊട്ടേഷണൽ മൂവ്മെൻറ്റാണ്. ആക്ച്വലി റൊട്ടേഷണൽ മൂവ്മെൻറ്റ് നമ്മളെ നീക്കിയില്ല. പിന്നെ നിങ്ങളെങ്ങനെ റൊട്ടേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള ഒരു റൊട്ടേഷൻ അല്ല, നിങ്ങളെ ഹിപ്പിൻ്റെ മുകളിലാണത് ചെയ്യുന്നത്. ബലമായിട്ട് നിങ്ങൾ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാര്യം മനസ്സിലാവും. എങ്കിലും ഞാൻ റൊട്ടേഷൻ മൂവ്മെൻറ്റ് ചെയ്യാൻ പറയാറുണ്ട്. കാരണം എനിക്ക് വരുന്ന ക്ലയൻസിൽ 2 വിഭാഗം ആൾക്കാരുണ്ട്. മാർഷൽ ആർട്സ് പഠിക്കുന്നതും പഠിക്കാത്തവരും. നിങ്ങൾ MMA പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലോക്കിംഗ് മെത്തേഡുകൾ അതിലുണ്ട്. അതിൽ ലെഗിനെ തിരിക്കാം, അല്ലെങ്കിൽ ഗ്രാപ്ലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഓൾറെഡി ചെറിയ മസിലാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ടെൻഡർ ആണെങ്കിലും അതിനൊന്ന് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഓക്കെ അതൊന്നുകൂടെ സ്ട്രെങ്തൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമുക്കൊരു ഇന്നേ വരെ വരാത്തൊരു സഡൻ മൂവ്മെൻറ്റ് ഒരു ഏരിയയിലേക്ക് വരുന്നതും ഓൾറെഡി ഡെയിലി വരുന്നതായിട്ടുള്ളൊരു മൂവ്മെൻറ്റും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളൊരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. നേരെ മറിച്ചൊരു ജിമ്മ് മാത്രമാണെങ്കിൽ നോർമലായിട്ടുള്ള കാൽമുട്ട് ബെൻഡ് ചെയ്യുക, ജസ്റ്റ് ഇത്രയും മതി. ഇനി ഇഞ്ചുറി ഉള്ള ഒരാളും ഈ വക കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഇപ്പോഴും ജിമ്മിൽ ഇത് ഞാൻ കാണുന്നത് കൊണ്ടാണ്. അടുത്തത് അപ്പ് ആൻഡ് ഡൗൺ, റൊട്ടേഷൻ, ഓപ്പോസിറ്റ്. അഗെയിൻ അപ്പ് ആൻഡ് ഡൗൺ, റൊട്ടേഷൻ, ഓപ്പോസിറ്റ്. ലാസ്റ്റായിട്ട് ബ്രീത്ത് എടുക്കുന്ന ടോൾ അപ്പ് ചെയ്യുന്ന, ബ്രീത്ത് ഔട്ട് ചെയ്ത് 2 സെക്കൻഡ് നിലം തൊടാൻ വേണ്ടി ശ്രമിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, 2 സെക്കൻഡ് നിലം തൊടുക. ഇതിൽ നിങ്ങളുടെ ബേസിക് സ്ട്രെച്ചിങ് എല്ലാം കഴിഞ്ഞു. ഇത്രയും മതി ഒരു ബേസിക് ആയിട്ട്. ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കുണ്ട്. വർക്കൗട്ടിന് ശേഷം നിങ്ങൾക്ക് ഓരോ വാളൊക്കെ വെച്ചിട്ട് വാൾ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ വരുന്ന സ്ട്രെച്ചിങ്ങുകളുണ്ട്, സ്റ്റാറ്റിക് ആയിട്ടുള്ളത്. അത് വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇനി നോർമൽ സ്ട്രെച്ചിങ്ങിന് ശേഷം എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു വാമപ്പ് എക്സസൈസാണ് ജമ്പിങ് ജാക്സ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ഷോൾഡർ, നിങ്ങളുടെ ബാക്ക് മസിൽ, നിങ്ങളുടെ ലെഗ്, കാഫ്, ഇത്തരത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും എൻഗേജ് ചെയ്യുന്നൊരു വാമപ്പ്, ഒരു കാർഡിയോ വർക്കൗട്ടാണ് ജമ്പിങ് ജാക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ജംപ് സ്ക്വാട്ടും ഇതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും മതി ബേസിക് ആയിട്ടൊരു സ്ട്രെച്ചിങ് എന്ന രീതിയിൽ. ഇനി ചെസ്റ്റ്, ഷോൾഡർ, അതേപോലെ ബാക്ക് എല്ലാം വരുന്ന സമയത്ത് ഈ പുള്ളപ്പ് എന്നൊന്നും പറയുന്നത് ശരിക്കും ലൈറ്റ് ആകുന്നൊരു വർക്കൗട്ടല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് പുള്ളപ്പ് മോർ ദാൻ 10 കൗണ്ട് അടിക്കാൻ പറ്റുന്ന ഒരാളാണ്. ലാറ്റ് പുൾ ഡൗൺ എന്നെല്ലാം പറയുന്നത് നല്ല രീതിയിൽ വെയിറ്റ് എടുക്കും. പുള്ളപ്പ് ചെറിയ കൗണ്ട് അടിക്കുന്നത് അതൊരു വാമപ്പ് സെറ്റ് മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാം. അതിൽ തന്നെ ബാൻഡ് അസിസ്റ്റൻ്റ് ചെയ്തിട്ട് ചില ജിമ്മുകളിൽ നമുക്ക് നീക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാമപ്പ് സെറ്റ് അടിക്കാം. ലാറ്റ് പുൾ ഡൗൺ അടിക്കുന്നതിന് മുമ്പ്, ചെസ്റ്റിന് മുമ്പാണ് നിങ്ങൾക്ക് പുഷപ്പ് അടിക്കാം. പുഷപ്പ് എന്ന് പറയുന്നതും ഓരോരുത്തരുടെ ഫിസിക്കൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് പുഷപ്പ് എന്ന് പറയുന്നത് മോർ ദാൻ 60 കൗണ്ട് എനിക്ക് നോൺ സ്റ്റോപ്പായിട്ട് അടിക്കാം. അപ്പം ഞാൻ ലിഫ്റ്റ് ചെയ്യുന്നത് അതേപോലെ നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്യും. പറഞ്ഞു വന്നത് അവിടെ പുള്ളപ്പ് എനിക്ക് എളുപ്പമാണ്, പക്ഷെ പുള്ളപ്പ് ബുദ്ധിമുട്ടാവുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ മസിൽസിനെ വാം ചെയ്യാൻ പറ്റുന്ന ലൈറ്റായിട്ടുള്ള ആക്ടിവിറ്റി അത് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ ചെയ്യുക. എനിക്ക് പറ്റുന്ന ലൈറ്റ് ആക്ടിവിറ്റി ആയിരിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ വാമപ്പ് സെറ്റ് ആയിരിക്കില്ല നിങ്ങളെ വാമപ്പ് സെറ്റ്. ഇതെപ്പോഴും റിമൈൻഡ് ചെയ്ത് വെക്കുക. ഒരു കാരണവശാലും പ്രോ ആയിട്ടുള്ള ഒരാളെ ബിഗിനേഴ്സ് കോപ്പി ചെയ്യരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.